ഹായ്. അമ്മയുടെ കുക്കിംഗ് കണ്ടും കേട്ടും മടുത്ത ഒരു കുഞ്ഞിൻ്റെ രോദനമാണ് നിങ്ങളീ കാണുന്നത്. രാവിലെ വെച്ച കറിയൊന്നും പോരാഞ്ഞിട്ട് അവൾക്ക് സ്വന്തമായിട്ട് മസാലമുട്ട ഉണ്ടാക്കണം പോലും. എന്തെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആദ്യം അവൾ സമീപിക്കുന്നത് മുട്ടയാണ്. മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരീക്ഷണം അവൾ നടത്തും. ഇന്നിപ്പം മസാലമുട്ടയാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, എങ്കിൽ പോലും എന്നെയും കൂടെ പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ മുട്ടയൊക്കെ തല്ലി പൊട്ടിച്ചൊഴിച്ചു, എന്തൊക്കെയോ വെട്ടി അറിഞ്ഞു കൂട്ടി. എന്തായാലും സംഭവം ലാസ്റ്റ് വന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അത് കൂട്ടി ഇന്ന് ചോറുണ്ടത്. അത് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം രാവിലെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തോട്ടെ അമ്മ, എന്തെങ്കിലും ഇന്ന് പരീക്ഷിച്ചോട്ടെ എന്ന്. അപ്പോൾ ഈ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാക്കി വെക്കും, എല്ലാം നിരത്തി പെറുക്കി ഇടും. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് പിന്നെ ക്ലീനിങ്ങിനൊന്നും നിൽക്കത്തില്ല, അവൾ വിട്ടുപോകും. അപ്പം ഞാൻ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടിയിച്ചു, കുക്ക് ചെയ്തതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണം, നീറ്റാക്കി വെച്ചോണം എന്നൊക്കെ. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അവൾ പൊരിച്ച മുട്ടയുടെ ഒരു കഷ്ണം ഞാൻ എടുക്കേണ്ടി വന്നതുകൊണ്ട് പിന്നെ പാത്രം കഴുകി ഞാൻ ഏറ്റെടുത്തു, ക്ലീനിങ് അവളെ ഏൽപ്പിച്ചില്ല. അങ്ങനെ ഏതായാലും മുട്ട ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തക്കാളി, പിന്നെ സവാള, പിന്നെ കുറേ മല്ലിപ്പൊടി ഇട്ടില്ലെന്ന് തോന്നുന്നു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി പെറുക്കിയാണ് കേട്ടോ ഈ മസാല മുട്ട ഉണ്ടാക്കുന്നത്. എന്താണേലും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് മുട്ട സാധാരണ പോലെ പൊരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അവളുടെ പരീക്ഷണം കണ്ടപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങ് വന്നപ്പോഴത്തേനും എനിക്കും കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനും ഒരു കഷ്ണം എടുത്ത് ചോറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടേ. എന്താണേലും കുക്കിംഗ് വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. വിശപ്പ് കൂടുന്നതനുസരിച്ച് കുക്കിംഗ് സ്പീഡാക്കുന്നുണ്ടേ. അങ്ങനെ അതെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്കാണ് പോലും മുട്ട ഒഴിക്കേണ്ടത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കലക്കി അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുവാണേ. ഒഴിച്ച് അതെല്ലാം സ്പ്രെഡ് ചെയ്തു. പിന്നെ ഇത് മറിച്ചിടാൻ ഞാൻ ഇച്ചിരി വേറെ പണിക്ക് പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വരാൻ താമസിച്ചതിന് അമ്മ മുട്ട പൊരിച്ചു വെച്ചത് കരിച്ചു എന്നും പറഞ്ഞിട്ടൊരു ബഹളം വെച്ചു. അത് മറിക്കുന്ന സമയത്ത് ഞാൻ വേറെന്തോ അത്യാവശ്യത്തിന് അങ്ങോട്ട് മാറി. അപ്പം വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നില്ല. അങ്ങനെ മുട്ട ഒരിത്തിരി കരിഞ്ഞിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരിത്തിരി കറവൽ വന്നിട്ടുണ്ട്. എന്നാലും മുട്ടയുടെ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വന്നപ്പോൾ മസാല മുട്ടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കാൻ വന്നപ്പോഴത്തേനും അവൾ പറയുന്നത്, അമ്മ മസാല മുട്ട എന്ന് പേരേ ഉള്ളൂ, പക്ഷേ മസാല അത്രയ്ക്ക് അങ്ങോട്ട് ആഡായിട്ടില്ല പോലും, ഇച്ചിരി കൂടെ ചുവന്നു വരണമായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവൾ കൂടുതലും പ്രോത്സാഹനം കിട്ടുന്നത് അവളുടെ വല്യമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്. അവിടെയാണെങ്കിൽ മമ്മി എല്ലാ കൂട്ടും എടുത്ത് പെറുക്കി കൊടുക്കും. ഇവിടെ അടുക്കള മുഴുവൻ വൃത്തികേടാക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാനൊന്നും അങ്ങനെ എടുത്ത് കൊടുക്കാറില്ലേ. മസാല മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 കറിവേപ്പിലയും വെച്ച് ഞങ്ങൾ ഡെക്കറേഷനും നടത്തിയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കുന്ന എക്സ്പ്രഷൻ ഇവിടെ കാണിച്ചു തരാം. എക്സ്പ്രഷൻ കുറഞ്ഞു പോയത് വേറൊന്നുമല്ല, മസാല ഇട്ടത് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് എക്സ്പ്രഷനും കുറഞ്ഞു പോയത്. ഏതായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.